വാളയാറിലെ 2 പെൺകുട്ടികളുടെ മരണത്തിന് സമാനമായ സംഭവമാണ് കുണ്ടറയിലേതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മരിച്ച 6ാം ക്ലാസ്സുകാരിയുടെ ശരീരത്തിൽ 22 മുറിവുകളുണ്ടായിരുന്നു. കുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായിട്ടും പോലീസ് വിശദമായ അന്വേഷണം നടത്തിയില്ല. ആത്മഹത്യയല്ലെന്ന് പറഞ്ഞ് പിതാവ് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയിട്ടും ഫലമുണ്ടായില്ലെന്നും രമേശ് ചെന്നിത്തല സബ്മിഷനിലൂടെ കുറ്റപ്പെടുത്തി. കുട്ടിയുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് കിട്ടിയ കുറിപ്പിൽ വീട്ടിൽ സമാധാനമില്ലാത്തതിനാണ് മരിക്കുന്നതെന്ന് എഴുതിയിരുന്നു. 6ാം ക്ലാസ്സുകാരുടെ എഴുത്തായിരുന്നില്ല. ഇതുപോലും പോലീസ് പരിശോധിച്ചില്ല. പോലീസിന്റെ വീഴ്ച തുറന്നു സമ്മതിച്ച മുഖ്യമന്ത്രി SIയെയും CIയെയും സസ്പെൻഡ് ചെയ്തെന്നും വിശദീകരിച്ചു. ബാലികയുടേത് തൂങ്ങിമരണമാണ്. മരണത്തിന് മുൻപ് ലൈംഗിക പീഡനം നടന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ആത്മഹത്യാക്കുറിപ്പ് കൈപ്പട ഒത്തുനോക്കി പരിശോധിച്ച് ഉറപ്പിക്കുന്നതിനായി ഫോറൻസിക് സയൻസ് ലാബിൽ അയച്ചു നൽകിയിട്ടുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയിൽ നിന്നും മരണകാരണം തൂങ്ങി മരണമാണെന്നും കുട്ടി ലൈംഗിക പീഡനത്തിനിരയായിട്ടുള്ളതായും വെളിവായിട്ടുണ്ട്. കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ കൊട്ടാരക്കര DYSP കേസ് വിശദമായി അന്വേഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.